ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഹെയർ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ ആ ഫോട്ടോയിലും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് വെച്ച് നോക്കുന്നെങ്കിൽ ഈ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രമാത്രം എൻ്റെ ഹെയറിൽ ചേഞ്ചസ് വന്നു. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ഹെയർ ടോണർ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോയവിടെ പുതിയ മുടി കിളിർത്ത് വരാനും അത് ഞാനിപ്പോൾ പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇതൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിന് ഞാൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും പറയാം ഹെയർ കെയർ വീഡിയോ ഇടുമെന്ന്. എനിക്ക് ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രം ഞാൻ ഇടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ടൈം എടുത്തത് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ നാൾ മുമ്പ് പറഞ്ഞതാണ്, ഞാൻ ഈ ഇടയിൽ ഒരു വീഡിയോ ഇട്ടപ്പം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ വീഡിയോസാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ ഞാൻ ഈ പാക്കല്ല, ഒരു ടോണർ പോലെയാണിത്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ അത് കുറച്ച് സമയം എടുത്തത്, അതെനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ നിങ്ങൾ ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എനിക്ക് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ ടോണറാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോണത്. അത് മാത്രമല്ല, എൻ്റെ ഹെയർ ഫോൾ, എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹെയർ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ്, എനിക്ക് വന്നിട്ടുള്ള ഹെയർ എങ്ങനെ കൊഴിഞ്ഞു പോയി, അതിൽ നിന്ന് മുടി വളർന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ഹെയർ ടോണർ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ചെറിയ കുട്ടികൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ 10 വയസ്സിനൊക്കെ മേലെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇതൊന്ന് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇത് കാണിക്കണം, വെറുതെ വീഡിയോ ഇട്ടിട്ട് പോകണമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത്. ഞാൻ പ്രൂഫും കൂടി കാണിച്ചു തരാം എൻ്റെ ഹെയർ എത്രമാത്രം പോയിട്ടുണ്ടായിരുന്നു എന്ന്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ സ്ത്രീകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളു കുറയാണ്. നമുക്ക് കൊഴിഞ്ഞു പോയ അവിടെ നിന്ന് മുടി വളരാതിരിക്കുക, പിന്നെ മുടി കൊഴിച്ചിലുണ്ടാകുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും, സ്ട്രെസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്നൊരു 3-4 തവണ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും. മുടി കൊഴിച്ചിൽ കുറയും, ഇറിറ്റേഷൻ, മുടിയിൽ നമുക്ക് തലയിൽ ചൊറിച്ചിലുണ്ടാവും, അത് നന്നായിട്ട് കുറയും. ഡാൻഡ്രഫ് നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, മുടി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് മുടി നന്നായിട്ട് കൊഴിയണത്. അപ്പോൾ ഈ നന്നായി സ്ട്രോങ് ആക്കാൻ മുടി പോയ ആ ഒരു സുഷിരത്ത് വീണ്ടും മുടി കിളിർത്ത് വരാനും ഈ ഒരു ഹെയർ ടോണർ അടിപൊളിയാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്കുള്ള ടോണർ ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഹെയർ ഫോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മുടി കൊഴിഞ്ഞു പോകും. ഒരു ദിവസം ഒരു 100-ൽ കൂടുതൽ ഹെയറൊക്കെ നന്നായിട്ട് കൊഴിയുകയാണെങ്കിൽ അതിനെ ഹെയർ ഫോൾ എന്ന് പറയാം. പക്ഷേ ഹെയർ ലോസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് മുടി കൊഴിഞ്ഞവരുടെ മുടി വീണ്ടും വളരാതിരിക്കുക, ആ ഒരു സുഷിരത്തിന് മുടി വളരാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെയർ ലോസ് ഉണ്ടാവുന്നത് അതാണ് നമുക്കും മുടി ഉള്ളു കുറയാൻ ഒരു കാരണമാവണത് കേട്ടോ. എനിക്ക് അതായിരുന്നു പ്രശ്നം. അതായത് ഒരു സ്ഥലത്ത് തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിൽ നിന്നൊക്കെ നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയ ഹെയർ വന്നതാണ്, ഈ ഒരു ബേബി ഹെയർസൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ. എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. എനിക്ക് പനി വന്ന സമയത്തായിരുന്നു കൂടുതൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതായത് മുടി കൊഴിയുമ്പോൾ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം തന്നെ കൊഴിഞ്ഞു പോകുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങളിത് ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊഴിഞ്ഞു പോയവിടെ മുടി നന്നായിട്ട് വളരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്കും ഫീൽ ചെയ്യും കേട്ടോ. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്കുള്ള ടോണർ ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടെ വീഡിയോ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു ഹെയർ ടോണിക് അല്ലെങ്കിൽ നമ്മുടെ മാജിക്കൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ടോണിക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. അതിപ്പം ചെറിയുള്ളി നമ്മുടെ ഹെയറിന് എത്രമാത്രം ജ്യൂസ് വേണോ അത്രമാത്രം നമ്മളൊരു പിടി എടുക്കുക കേട്ടോ. അതിനുശേഷം അത് നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു
മിക്സിൻ്റെ ജാറിലേക്ക് ഇതിട്ടിട്ട് വെള്ളമോ ഒന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കരുത്. പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ച് നമുക്കത് പിഴിഞ്ഞ് അതിന് ജ്യൂസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു അടി അടിക്കില്ല, നമ്മൾ കുറച്ച് ചതച്ചെടുക്കില്ല, ആ രീതിയിൽ എടുക്കുക. ഇതുപോലെ കിട്ടണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതുപോലെ അരിപ്പ വെച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്കിതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരിച്ചെടുക്കാണ്ട് വേണമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അത് കഴുകി കളയാനും അതിൻ്റെ ചിലപ്പോൾ പൊടികളൊക്കെ തലയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജ്യൂസ് എടുത്തതിന് ശേഷം ഞാനിവിടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് 2 എണ്ണമാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം എടുക്കുക. നിങ്ങളുടെ ഹെയർ ഒട്ടും അതായത് കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കുക. എൻ്റെ ഹെയറിന് 2 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതിൽ നാരങ്ങയാണ്. നാരങ്ങ നമ്മുടെ ഡാൻഡ്രഫ് മാറാനൊക്കെ അടിപൊളിയാണ്. അത് മാത്രമല്ല കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യുക. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ തലയിൽ ഇത് തേക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മാത്രം ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്നത് തലയിൽ എണ്ണ തേച്ചതിന് ശേഷമാണ്. എണ്ണ തേക്കാതെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കോൾഡ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ എണ്ണ എപ്പോഴും നമ്മൾ തേച്ചിട്ട് വേണം ഇതുപോലുള്ളതൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ സാധാരണ ഇപ്പം നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ഫേസിലും അല്ലെങ്കിൽ മേലേക്ക് ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഞാൻ ബാത്റൂമിൽ പോയിട്ടാണ് അത് ചെയ്യാറുള്ളത്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഇതുപോലെ ഇന്ദുലേഖയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽസോ ഇതിൻ്റെ കുറേ ബോട്ടിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവിടെയും നല്ല രീതിയിൽ അത് സ്പ്രെഡ് ആവുകയും ചെയ്യും. എല്ലാവിടെയും അത് ഹെയറിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും ചെയ്യും. പുറത്തൊന്നും പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഹെയറിന് വന്ന മാറ്റങ്ങൾ എന്താ പറഞ്ഞാൽ, എനിക്ക് നല്ല തലയിൽ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് കുറഞ്ഞു. എനിക്കിപ്പോൾ ഡാൻഡ്രഫ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചൊറിച്ചിൽ എനിക്കിപ്പോൾ എൻ്റെ ഹെയറിൽ ഇല്ല കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇത് എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റമാണ് എനിക്ക് വന്നത്. അപ്പോൾ ആ ചൊറിച്ചിലും ആ ഒരു ഇച്ചിനെസ്സും ഈ ഒരു നമ്മുടെ ഹെയർ ലോസിന് സാധ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഹെയർ ലോസിന് എന്താ പറയുക, ഒരു കാരണമായിട്ടുള്ള ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ടോണിക്ക്. അത് മാത്രമല്ല എൻ്റെ ഹെയർ നന്നായിട്ട് പോയത് നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് മുടി കിളിർത്ത് വരാൻ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നും കൂടിയാണ്. സോ നിങ്ങളുടെ ഹെയർ ഇതുപോലെ മുടി ഒട്ടും ഉള്ളില്ലാതെ നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയി മുടി വളരുന്നില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നേരത്തെ കാണിച്ചല്ല ആ ഒരു ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിനെക്കാട്ടി കൂടുതൽ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കുറഞ്ഞ സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 1-2 എണ്ണമൊക്കെയാണ് എൻ്റെ ഹെയർ മുടി ചീവി. ഇപ്പോൾ ഒരു ദിവസം 1 തവണ 2 തവണ മുടി ചീവുകയാണെങ്കിൽ എനിക്ക് ഒട്ടും അങ്ങനെ ഒരു 10 മുടിയൊക്കെ എനിക്ക് പോവുള്ളൂ. നേരത്തെയൊക്കെ ഒരു പിടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മുടി ഇതുപോലെ ആക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചീവാൻ. ഞാനിത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്യാം. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ഹെയർ ടോണർ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോയവിടെ പുതിയ മുടി കിളിർത്ത് വരാനും, അത് മാത്രമല്ല ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ ബേബി ഹെയർ കാണാൻ പറ്റുന്ന അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണ്. സോ വീട്ടിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ട്, അതായത് എനിക്കത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഡെയിലി കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയതും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു കുറേ വീഡിയോസ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 5-6 തവണ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിച്ച് നന്നായിട്ട് മാറും. പക്ഷേ ബേബി ഹെയർ വരാൻ കുറച്ച് സമയം എടുക്കും. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഹെയറിൽ പോയവിടെ നന്നായിട്ട് മുടി വളരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ മുടി കൊഴിഞ്ഞ് മൊത്തം പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം ആ സുഷിരങ്ങൾ ക്ലോസ് ആയിപ്പോയി നല്ല മിനുസമായിട്ടൊക്കെ ചിലരുടെ ഹെയർ സ്കാൽപ്പ് കണ്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ മുടി ഒട്ടും വളരില്ല കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെയാണ് ഇത് ട്രൈ ചെയ്യുന്നതെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, പുതിയ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ ചെയ്ത് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.